നമസ്കാരം. താൻ മരിച്ചിട്ട് 25 കൊല്ലമെങ്കിലും കഴിഞ്ഞാലേ അനുവാചകൻ തൻ്റെ കവിതയുടെ പരമസത്തയിലേക്ക് കടക്കൂ എന്ന് പറഞ്ഞിരുന്നു ഇടശ്ശേരി. അദ്ദേഹം മരിച്ചിട്ട് 50 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും വായനക്കാർ ആ കവിതകൾ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് കരുതാനാവില്ല. ഇടശ്ശേരി കവിതകൾ ആലോചനാമൃതങ്ങളാണ്. ഓരോ വായനയിലും പുതിയ ഒരു അനുഭൂതി സമ്മാനിക്കാൻ കഴിവുള്ളവ. ഒരു പ്രത്യേക സന്ദർഭത്തെ കുറിക്കാൻ ഒരു വാക്കേ ഉണ്ടാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആയതിനാൽ തന്നെ ആ കവിതകൾ ഏകാഗ്രവും സൂക്ഷ്മവുമായി, വായനക്കാരനെ മുഴുവനായി ആവശ്യപ്പെടുന്നവയായി. അത്തരം ഒരു കവിത നമുക്കിന്ന് പരിചയപ്പെടാം. ബിംബിസാരൻ്റെ ഇടയൻ. ക്രിസ്തുവിന് മുൻപ് 4-ാം ശതകത്തിനൊടുവിൽ മഗധ ഭരിച്ച രാജാവായിരുന്നു ബിംബിസാരൻ. അന്നത്തെ 16 മഹാജനപദങ്ങളിലൊന്നായിരുന്ന മഗധയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും പിന്നീട് വന്ന മൗര്യ രാജവംശത്തിന് ഉറപ്പുള്ള അടിത്തറ പണിയുകയും ചെയ്തു ബിംബിസാരൻ. ചാതുർവർണ്ണയവും ബ്രാഹ്മണാധിപത്യവും നിലനിന്നിരുന്ന അക്കാലത്ത് യാഗങ്ങളും മൃഗബലിയും സാധാരണമായിരുന്നു. ബിംബിസാരൻ്റെ യാഗശാലയിലേക്ക് ബലി നൽകാനുള്ള ഒരു പറ്റം ആടുകളെ നയിച്ചു കൊണ്ടു പോകുകയാണ് ഒരാട്ടിടയൻ. ആ ഇടയൻ്റെ വാക്കുകളിലൂടെയാണ് കവിത സഞ്ചരിക്കുന്നത്. പാപികളായ ആടുകളെ, നിങ്ങൾ യാഗശാലയിലേക്ക് നടന്നുകൊള്ളുക. ആ യാഗാഗ്നി നിങ്ങൾക്ക് മോക്ഷം നൽകും. വഴിയരികിൽ കാണുന്ന പുല്ലുകൾ തിന്നാതെയും നേർവഴി വിട്ടകലാതെയും നിങ്ങൾ വേഗം നടക്കുക. ഇരുവശത്തും കാണുന്ന പൊന്തകൾക്കുള്ളിൽ പതുങ്ങിയിരിക്കുന്ന നരിയുണ്ടാകും. അങ്ങോട്ട് തിരിഞ്ഞാൽ എനിക്ക് കവിണക്കല്ലെറിഞ്ഞ് നിങ്ങളെ നേർവഴി കാട്ടേണ്ടി വരും. പരലോകയാത്രയ്ക്ക് വേണ്ട പാഥേയം എന്ന പോലെ നിങ്ങൾ കറുകപ്പുല്ലുകൾക്കായി തല നീട്ടാതിരിക്കുക. നിങ്ങളെ യാഗശാലയിൽ ഏൽപ്പിച്ചാലേ എൻ്റെ ജോലി പൂർത്തിയാകൂ എന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ നടക്കുന്ന ചരൽപ്പറമ്പിൻ്റെ വശത്തായി ചുവന്നു കിടക്കുന്ന ചക്രവാളം അയാളെ ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ ആടുകളുടെ ബലിക്കല്ലിനെയാണ്. കർത്തവ്യബോധവും നിസ്സഹായതയും സഹതാപവും ഇടകലരുന്നുണ്ട് ഇടയൻ്റെ വാക്കുകളിൽ. യാഗശാലയിലേക്കു നടക്കുവിൻ, യാഗശാലയിലേക്കു നടക്കുവിനാഗസ്വികളാമാടുകളെ. ബിംബിസാര നൃപൻ ദീക്ഷിപ്പൂ നിങ്ങളെ മീളുമൊരധ്വരം. അലയാതകലാതകരാതെ ഇലയോ പുല്ലോ തിന്നാതെ യാഗശാലയിലേക്കു നടക്കുവിനാഗസ്വികളാമാടുകളെ. കുറ്റിച്ചമതത്തളിർത്തിന്നിനിയും കൂത്തടിക്കാനിടയില്ല. യാഗാഗ്നിക്കും നമുക്കുമങ്ങിനി ഏകാദശിയാമെത്താഞ്ഞാൽ. താണു തൂകും വെയിലും നിഴലും തളിരായിലയായി പൊന്തകളിൽ. എരികണ്ണാൽ തുടുമലർ വിരിക്കും നരിയും വാഴാമതിനുള്ളിൽ. എൻ കവിണക്കല്ലേറുന്നേ നിങ്ങളെ നേർവഴി കാണിക്കൂ. ചെന്നായയ്ക്കും സ്വാദറിയാമെൻ പൊന്നുരുളച്ചോറിനി വേണോ. തുലഞ്ഞു തൂങ്ങി കാൺമീലെ ഈ ചരൽപ്പറമ്പിൻ പാർശ്വത്തിൽ. നിങ്ങൾക്കുള്ള ബലിക്കല്ലിൻ പടി ചെമ്മുകിലിഴുകിയ പകലോനെ. നിങ്ങൾക്കുള്ള ബലിക്കല്ലിൻ പടി ചെമ്മുകിലിഴുകിയ പകലോനെ. പരത്രയാത്രാ പാഥേയം പോൽ കറുക പുൽത്തലകാരാതെ ഓടിയെത്തിയിട്ടിഷ്ടിമുടിക്കുവിനെനിക്കു തുലയണമൊരു മുക്കിൽ. ആട്ടിൻപറ്റത്തിന് മുന്നിലായി ഒരു മുഴുത്ത കുഞ്ഞാട് ഉശിരോടെ നടക്കുന്നു. മുടന്തുള്ള ഒരു കുഞ്ഞാകട്ടെ പിന്നിലായി പോയിരിക്കുന്നു. ആർക്കാണ് താൻ തുണ നിൽക്കേണ്ടതെന്ന പരിഭ്രമത്തോടെ അവരുടെ തള്ളയാട് ഇരുവശത്തേക്കും മാറി മാറി ഓടുന്ന കാഴ്ചയാണ് പിന്നീട് അയാൾ കാണുന്നത്. അമ്മമാരുടെ മമതാബന്ധത്തിന് എവിടെയാണൊരവസാനം? തന്നെ തീറ്റയായി നൽകി അവർ ആരെയൊക്കെ പോറ്റിയെടുത്തില്ല. ഈ ആടുകളെ, ഈ ഇടയനെ, ആ രാജാവിനെ എല്ലാം അല്ലയോ പെണ്ണാടെ നീയല്ലേ പെറ്റത് എന്ന ചോദ്യത്തിലൂടെ ഭൂമിയിലെ സസ്തനികളെയെല്ലാം കവി അമ്മയുടെ സ്നേഹമെന്ന ഒറ്റ നൂലിൽ കോർക്കുന്നു.
മുൻവരി പറ്റി നടക്കുന്നു മുഴുത്ത കുഞ്ഞൊന്നു ശിരോടെ. മുടന്തിടുന്നു പിന്നിൽ പിന്നിൽ മുറ്റും മറ്റൊരു കൊച്ചപ്പൻ. തള്ളയാടിനു സംഭ്രമമയ്യോ താനേതുടലിനു തുണ നിൽക്കും. അതോടുമങ്ങോട്ടതോടുമിങ്ങോട്ടാബീനസ്തനമകിടുലയെ. അമ്മമാരുടെ മുഗ്ധതകൾക്കിങ്ങവസിതിയുണ്ടോ ഭുവനത്തിൽ. തന്നെ തന്നെ തീറ്റ കൊടുത്തിവർ പോറ്റിയെടുപ്പീലാരേ. ആടിനെ ഇടയനെ അരജനെ നീ പെണ്ണാടേ പെറ്റു പല പേരെ. നേടിയതെന്തപവർഗമിതേവരെ നെടുതാം വീർപ്പുകളല്ലാതെ. അടുത്ത വരിയിൽ ഇടയൻ തൻ്റെ അമ്മയെ ഓർക്കുന്നു. തന്നെ രാജാവിന് നൽകിയപ്പോൾ കിട്ടിയ വിൽക്കാശ് തനിക്ക് തന്നെ നൽകി യാത്രയാക്കിയ അമ്മേ. അതിനടുത്ത വരികൾ ഇങ്ങനെയാണ്: അവൾക്കു കുളിരിന് കമ്പിളി നേടി പിന്നീടെന്നോ ഞാൻ ചെൽകെ. ഒരട്ടി മണ്ണു പുതച്ചു കിടപ്പു വീടാക്കടമേ മമ ജന്മം. ഈ വരികളെക്കുറിച്ച് എൻ്റെ ഇടശ്ശേരി എന്ന ലേഖനത്തിൽ അക്കിത്തം ഇങ്ങനെ എഴുതുന്നുണ്ട്. ഈ വരികളുടെ വൈകാരിക മൂർച്ചയ്ക്ക് കനം വയ്പ്പിക്കുന്നത് ഇടശ്ശേരിയുടെ ജീവിതത്തിലെ ഒരു സംഭവമാണെന്ന് അറിയുന്നവർക്കറിയാം. ഇടശ്ശേരി തന്നെ പറഞ്ഞതാണത്. അന്ന് ഞാൻ ആലപ്പുഴയിൽ വക്കീൽ ഗുമസ്തനായിരുന്നു. മാസാന്തം കയ്യിൽ അവശേഷിക്കുന്ന സംഖ്യ 1 റുപ്പികയാണ്. 2 മാസത്തെ തുക ഒന്നിച്ചു ചേർത്ത് ഒരു കമ്പിളി മേടിക്കാൻ സാധിച്ചപ്പോഴത്തെ സന്തോഷം വിവരിക്കാനാവില്ല. അമ്മ കുറ്റിപ്പുറത്തുണ്ട്, പ്രായമായി. പുതയ്ക്കാൻ ഒരു കമ്പിളി കൊടുത്തയക്കണമെന്ന വിചാരം അവസാനം നിറവേറുകയാണ്. കുറ്റിപ്പുറത്തേക്ക് പോവുകയായിരുന്ന ഒരു സ്നേഹിതൻ വശം കമ്പിളി അമ്മയ്ക്ക് കൊടുത്തയച്ചു. പക്ഷേ സ്നേഹിതന് പല ബദ്ധപ്പാടുകളും ഉണ്ടായിരുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് അയാൾക്ക് കമ്പിളി വീട്ടിലെത്തിക്കാൻ സാധിച്ചത്. അതിനിടയിൽ അമ്മ ഇഹലോകവാസം വെടിഞ്ഞു. ഇത് പറയുമ്പോഴും ഇടശ്ശേരിയുടെ കണ്ണുകൾ നിറയുകയേ ചെയ്തുള്ളൂ, വഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാകണം വീടാക്കടമേ മമ ജന്മം എന്ന് വായിക്കുമ്പോൾ വായനക്കാരനായ ഞാൻ ഇന്നും കരയുന്നത്. എനിക്കുമൊരു മാതുണ്ടായി പണ്ടെന്നെ നൃപന്നു കൊടുത്തപ്പോൾ. കിട്ടിയ വിൽക്കാശപ്പടി എന്നുടെ കോന്തലക്കലുടക്കിയവൾ. അവൾക്കു കുളിരിനു കമ്പിളി നേടി പിന്നീടെന്നോ ഞാൻ ചെൽകെ. ഒരട്ടി മണ്ണു പുതച്ചു കിടപ്പു വീടാക്കടമേ മമ ജന്മം. വീടാക്കടമേ മമ ജന്മം. എനിക്കുമൊരു മാതുണ്ടായി പണ്ടെന്നെ നൃപന്നു കൊടുത്തപ്പോൾ. കിട്ടിയ വിൽക്കാശപ്പടി എന്നുടെ കോന്തലക്കലുടക്കിയവൾ. അവൾക്കു കുളിരിനു കമ്പിളി നേടി പിന്നീടെന്നോ ഞാൻ ചെൽകെ. ഒരട്ടി മണ്ണു പുതച്ചു കിടപ്പു വീടാക്കടമേ മമ ജന്മം. അപ്പോഴാണ് തന്നെ കടന്ന് ആട്ടിൻപറ്റത്തിന് മുന്നിലായി നടക്കുന്ന ആ മുനിയെ ഇടയൻ ശ്രദ്ധിക്കുന്നത്. അസാമാന്യ തേജസ്സുള്ളവൻ. ഈ ലോകത്തെ തന്നെ തൻ്റെ തോളിലെടുക്കാൻ കെൽപ്പുള്ളത്ര ദയാലുവായ അയാൾ അതാ മുടന്തനായ കുഞ്ഞാടിനെ കയ്യിലേന്തി നടക്കുന്നു. തള്ളയാടെ, നിനക്കിനി ആശ്വസിക്കാം, നിന്റെ ഭാരം അദ്ദേഹം ഏറ്റിരിക്കുന്നു എന്നിടയൻ. ആ കാരുണ്യം തിരിച്ചറിഞ്ഞിട്ടെന്ന വണ്ണം ആട്ടിൻപറ്റം അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്യുന്നു. കുഞ്ഞാടിൻ്റെ മാംസം കൊതിച്ചിട്ടാകുമോ ഈ ഇഷ്ടമെന്ന് അജ്ഞനായ ഇടയൻ ഒരു നിമിഷം ശങ്കിക്കുന്നുണ്ടെങ്കിലും അയാളുടെ സംശയം പെട്ടെന്ന് തന്നെ മാറുന്നു. ആ മഹാഋഷിയുടെ ചുമരിൽ വെൺകൊടി പോലെ ശോഭിക്കുന്ന കുഞ്ഞാട് രാജാവിൻ്റെ യാഗധ്വജത്തേക്കാൾ ഉയരത്തിലാണെന്ന് ഇടയന് തോന്നുന്നു. യാഗശാലയിൽ ഇളകിക്കത്തിയ നെയ്ത്തിരികൾ ആ ഋഷിവര്യൻ്റെ തേജസ്സിനു മുന്നിൽ വിളർത്തു നിന്നു. ആ യോഗീശ്വരൻ്റെ കാൽവയ്പാൽ യാഗശാല നിശബ്ദമായി. യജ്ഞപശു നെടുവീർപ്പിട്ടു. മന്ത്രഘോഷങ്ങൾ വറ്റി. അവിടേക്ക് പ്രവേശനമില്ലാതെ ഇടയൻ ഹോമപ്പുകയുടെ മറപറ്റി പെരുവിരലിലൂന്നി നിന്ന് തുറന്നുള്ള സംഭവങ്ങൾ കാണുകയാണ്. ഹോയ് ഹോയ് ഇലയോ പുല്ലോ തിന്നാതലയാതകലാതകരാതെ യാഗശാലയിലേക്കു നടക്കുവിനാഗസ്വികളാമാടുകളെ.
ആരുവാനിതു നമ്മെ ത്വരയാൽ അതിക്രമിച്ചു നടക്കുന്നോൻ ആചാരപ്പടി അന്വേഷിപ്പവനഹോ മഹസ്സാൽ പരിദീപ്തൻ. മുനേ ഭവാനി ലോകമശേഷം തോളിലെടുപ്പാൻ കെൽപ്പുടയോൻ കുഞ്ഞാടിതിനെ പൊക്കിയെടുപ്പാൻ കുനിവോ നന്ദി ആരംഭം. തള്ളയാടേ മതിയാക്കാമേ തരളത വത്സരയോർത്തിനിമേൽ തരളത വത്സരയോർത്തിനിമേൽ. ഒന്നു തോളത്തൊന്നടി പറ്റിയിട്ടിദ്ദേഹം നിൻ ചുമടേറ്റു. എനിക്കു വേണ്ട കല്ലും കവിണയും ഈ ആളെ പിന്തുടരുന്നു. തേക്കുവെള്ളം തളിരണീച്ചൊരു കേദാരത്തിലുമെൻ പറ്റം. തേക്കുവെള്ളം തളിരണീച്ചൊരു കേദാരത്തിലുമെൻ പറ്റം. ധ്യാനമഗ്നർ പൗരന്മാർ തൊഴുദാനമിപ്പോരിദ്ദേഹം മാതൃശരെങ്ങനെ അറിയുന്നു ഹാ മാമുനിമാരുടെ മനോഗതം. താൻ ചുമക്കും കുഞ്ഞാടിൻ മൃദുമജ്ജാമാംസം വരളുമ്പോൾ ഹോമവന്നിവമിക്കും രുചികര സൗരഭമാമോ തദ്വിഷയം. നമ്മെ ചൊല്ലി മഹർഷേ താങ്കൾക്കാശങ്കയ്ക്കില്ലവകാശം. ഇപ്പറ്റങ്ങടെ ഒറ്റക്കുറുവും നമുക്കു കിട്ടാൻ വിധിയില്ല. പ്രാംശുവാം ഋഷി തന്നുടെ തോളിൽ കുഞ്ഞാടൊരു വെൺകൊടി പോലെ. പ്രാംശുവാം ഋഷി തന്നുടെ തോളിൽ കുഞ്ഞാടൊരു വെൺകൊടി പോലെ. തമ്പുരാനുടെ യജ്ഞധ്വജമേ നീ എന്തിത്ര നിലം പറ്റി. കറുത്തരാവിൻ തുടുമിഴി പോലെ ഇളകിക്കത്തും നെയ്ത്തിരികൾ വിളർത്തുവല്ലോ തേജസ്സാണ്ടിടുമിദ്ദേഹത്തിൻ തിരുമുൻപിൽ. ആരാലരുതേ ചൊല്ലാനിടയനു ഹോമപ്പുകയുടെ മറപറ്റി. പെരുവിരലിന്മേൽ നിന്നിനിയുള്ളൊരു പെരുമകൾ കാണാമൊടുവോളം. യാഗശാലക്കെന്തേ പറ്റി യോഗീശ്വരനുടെ കാൽവെപ്പാൽ. യജ്ഞപശുവിൻ വീർപ്പുയരുന്നു മന്ത്രഘോഷം വറ്റുന്നു. നിങ്ങൾക്ക് കൊടുക്കാനാകാത്തത് നിങ്ങൾ എടുക്കാൻ പാടില്ലെന്നല്ലേ ആ മുനി മറ്റുള്ളവരെ ശാസിക്കുന്നത്. അജ്ഞനായ തനിക്ക് അതിൻ്റെ പൊരുൾ അറിയാനാകുന്നില്ലെങ്കിലും ആ വാക്കുകൾ മനസ്സിൽ കുളിരു പെയ്യിക്കുന്നു. തുടർന്ന് ആ യാഗശാലയിലെ പണ്ഡിതന്മാർക്ക് പോലും എത്തിച്ചേരാനാകാത്ത ഒരു വലിയ തിരിച്ചറിവിലേക്ക് ഇടയൻ നടന്നെത്തുന്നു. താങ്കളെ അനുഗമിച്ചു വന്നവനാണെങ്കിലും ഞാൻ അങ്ങ് ആരാണെന്നറിയുന്നില്ല. പണ്ട് അമ്മിഞ്ഞപ്പാൽ നുകർന്നതുപോലെ അങ്ങയുടെ ദേവിനെ ഞാൻ നുകർന്നുവെങ്കിലും അങ്ങ് ആരാണെന്ന് ഞാൻ അറിയുന്നില്ല. താങ്കളെ വണങ്ങുന്ന ഈ ദ്വിജന്മാരും താങ്കളെ അറിയുന്നില്ല. അനുഗ്രഹത്തിനായി വീണു വണങ്ങുന്ന ഈ ബിംബിസാര രാജാവ് പോലും യഥാർത്ഥത്തിൽ അങ്ങയെ അറിയുന്നില്ല. അങ്ങയുടെ അനന്തമായ കാരുണ്യവും ഉപാധികളില്ലാത്ത സ്നേഹവും ഇവർക്കെല്ലാം അജ്ഞേയമാണ്. ഇവരിൽ ചിലർ അജ്ഞേയത്തെ പേടിച്ച് അതിനോട് പകവയ്ക്കുന്നു. മറ്റു ചിലരാകട്ടെ അജ്ഞേയത്തെ വാഴ്ത്തി ലാഭം നേടുന്നു. അല്ലയോ ഗൗതമ ബുദ്ധ, താങ്കളെ ശരിക്കും അറിഞ്ഞവർ ഈ ആട്ടിൻപറ്റമാണ്. അവയിൽ പക്ഷേ തങ്ങുന്നീല കൃതജ്ഞതാവചനോപായം. അവയ്ക്ക് കൃതജ്ഞത പറയാൻ വാക്കുകളില്ലല്ലോ. കൊടുക്കുവാനരുതാത്തതെടുക്കരുതെന്നോ മാമുനി ശാസിപ്പൂ. പൊരുളറിവിലെന്നുയിരിൽ പുതിയൊരു കുളിരുണ്ടധുനാ ചൊരിയുന്നു. വിലക്കിയെന്നോ കൊലതീരേ ഹാ ഹാ ബഹിർഗമിപ്പൂ മൃഗയൂഥം. ഹോമകുണ്ഡം തേട്ടിവിടുന്നൊരു വലം വിരിച്ചുരുൾ പുക പോലെ. ഋത്വിക്കുകളെ ചോര പുരണ്ടൊരു കത്തികൾ പൂഴ്ത്തിടുമുയിരോടെ. നിങ്ങൾ പിൻവാങ്ങിപ്പോം മൂലകളെന്തിരുൾ മൂടും ശാലകൾ. ഞാനറിവീലാമുനെ പിന്നാലെ പോന്നവനെങ്കിലും അങ്ങയെ. ഞാൻ നുകരുന്നു നിന്ദയയെ പണ്ടമ്മിഞ്ഞ പാലതുപോലെ.
തെറ്റിപ്പോമീ കർമ്മഠരാം ദ്വിജർത്തേറിടുന്നേയില്ലല്ലോ. ആശിസ്സിനായി വീണു വണങ്ങിടുമരജനുമതുപോലങ്ങയെ. അജ്ഞേയതയെ പേടിക്കുന്നു ചിലർ, ചിലർ വാഴ്ത്തി നടക്കുന്നു. പേടിപ്പോർ പകവെപ്പു വാഴ്ത്തി നടപ്പവർ തേടുന്നതിലാഭം. ശരിക്കുമാര്യ മഹർഷേ താങ്കളെ അറിവോരിയ ജയൂഥങ്ങൾ. അവയിൽ പക്ഷേ തങ്ങുന്നീല കൃതജ്ഞതാവചനോപായം. ശരിക്കുമാര്യ മഹർഷേ താങ്കളെ അറിവോരിയ ജയൂഥങ്ങൾ. അവയിൽ പക്ഷേ തങ്ങുന്നീല കൃതജ്ഞതാവചനോപായം. കൊടുക്കാനാകാത്ത ജീവനെ എടുക്കാൻ ആർക്കാണ് അവകാശം എന്ന ചോദ്യത്തിലൂടെ ബിംബിസാരൻ്റെ ഗുരുവായ ബുദ്ധൻ യാഗങ്ങളിലെ മൃഗബലിയെ വിലക്കുന്ന സന്ദർഭമാണിത്. ബുദ്ധദർശനത്തെ അവതരിപ്പിക്കാനായി കവി എന്തുകൊണ്ടാകും അജ്ഞനായ ഒരു ആട്ടിടയനെ ഉപാധിയാക്കിയത്? ആ പദപ്രശ്നത്തിൻ്റെ ഉത്തരം കവി ഈ കവിതയുടെ പേരിൽ തന്നെ ഒളിപ്പിച്ചിട്ടുണ്ട്. ബിംബിസാരൻ്റെ ഇടയൻ ഇത്രനേരം നമ്മോട് സംസാരിച്ച യാഗശാലയിലേക്ക് ആട്ടിൻപറ്റത്തെ നയിച്ച ആ ഇടയനാണോ? അതോ ബിംബിസാരനെ നയിച്ച, തുടർന്നു വന്ന അജാതശത്രുവിനെ നയിച്ച, അതും കഴിഞ്ഞു വന്ന മൗര്യ സാമ്രാജ്യത്തെ നയിച്ച അശോകന് മാർഗദർശിയായ ആ വലിയ ഇടയനാണോ? അതെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആലോചനാമൃതമത്രേ ഇടശ്ശേരി കവിത. മറ്റൊരധ്യായത്തിൽ മറ്റൊരു കവിതയുമായി വീണ്ടും കാണാം. വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ. വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ.